ആസിഫ് അലി കേന്ദ്ര കഥാപാത്രമായ രേഖാചിത്രം എന്ന സിനിമ നമ്മൾക്ക് അതിൻ്റെ പ്രമേയം ഓർമ്മയുണ്ടാവും. കാരണം അതിനകത്തൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. അതിൽ സിദ്ദീഖ് നടത്തിയിരിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ, അതായത് മലക്കപ്പാറയിലുണ്ടായിരുന്ന സമയത്ത് നടത്തിയിരിക്കുന്ന ഒരു കൊലപാതകത്തിൽ ഒരു പെൺകുട്ടിയെ ഈ കാട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നു. ഇതാണ് പിന്നീട് അന്വേഷണത്തിലേക്ക് എത്തുകയും അത് തെളിഞ്ഞു വരുന്നു നമുക്കറിയാം. സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വേങ്ങര സ്വദേശിയായ മുഹമ്മദ് അലി എന്ന് പറയുന്ന ആൾ വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തുകയും താനൊരു കൊലപാതകം നടത്തി എന്ന് അദ്ദേഹം പറയുന്നു. അതായത് 14ാമത്തെ വയസ്സിലാണ് താൻ ആ കൊലപാതകം നടത്തുന്നത് എന്ന് പറയുന്നുണ്ട്. ആ കൊലപാതകം അതായത് ഈ കൂടരഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി, അതായത് കൂലിപ്പണി എടുത്ത് വരികയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരാളുമായി കശപിശ ഉണ്ടാകുന്നു. അയാളെ താൻ ചവിട്ടി ഒരു തോട്ടിലേക്ക് വീഴ്ത്തി. തുടർന്ന് അടുത്ത ദിവസം അയാളുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. പിന്നീട് അത് അവസ്മാരം ഇളകിയിട്ടാണ് മരിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതിൽ ആരാണ് കൊല്ലപ്പെട്ടത് എന്നൊന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ഉണ്ടാകുന്നു. അതായത് വെള്ളയിൽ, അതായത് 3 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1986 ആദ്യ സംഭവമെങ്കിൽ 1989 രണ്ടാമത്തെ സംഭവം. അന്ന് മുഹമ്മദ് അലിക്ക് 17 വയസ്സാണ്. അതേ സമയത്താണ് വെള്ളയിൽ ഇതുപോലെ തന്നെ താൻ ഇവിടെ ഒരു സ്ഥലത്ത് കോഴിക്കോട്, അവിടെ നിന്ന് കോഴിക്കോട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതുപോലെ തന്നെ തൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പറിച്ചു പോയ ഒരാൾ താനും കഞ്ചാബ് ബാബു എന്ന് പറയുന്ന ആളും ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ളത്. അയാളെ കഴുത്ത് പിടിച്ച് മണ്ണിലേക്ക്, അതായത് കോഴിക്കോട് വെള്ളയിൽ കടപ്പുറമാണ്, അവിടെ മണ്ണിലേക്ക് മുഖം അമർത്തിയ ശേഷം കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് പറയുന്നത്. ഈ 2 സംഭവങ്ങൾ ഇപ്പോൾ പോലീസിനെ ഏറെ പുലിവാലി പിടിപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഇതിൻ്റെ അന്വേഷണമാണ്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കൊലപാതകമായതുകൊണ്ട് പ്രതികളെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവർക്ക് മുമ്പിൽ ഒരു മുഹമ്മദ് അലി മാത്രമാണുള്ളത്, മറ്റൊരു തെളിവുകളുമില്ല. പക്ഷേ നമുക്ക് മുഹമ്മദ് അലിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആൻ്റണി ആരാണ് എന്ന് കൂടി അറിയേണ്ടതുണ്ട്. അതായത് കൂടരഞ്ഞിയിലെ പൈലി ഏലിക്കുട്ടി ദമ്പതികളുടെ മകനാണ് ആൻ്റണി. അതായത് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 7ാമത്തെ വയസ്സിൽ നാട് വിട്ടുപോയതാണ്. 7ാമത്തെ വയസ്സിൽ നാട് വിട്ടുപോയ ശേഷമാണ് അദ്ദേഹം വയനാട്ടിലെത്തുന്നു. വയനാട്ടിൽ നിന്നൊരു ഓമന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അത് വീട്ടുകാരുടെ അനുമതിയോടുകൂടി തന്നെയാണ് ആൻ്റണി വിവാഹം കഴിച്ചത്. ആ ബന്ധം തകരുന്നു. അതിനുശേഷം ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി മലപ്പുറത്തെത്തുന്നു. വേങ്ങരയിൽ ജോലി ചെയ്യുന്നു. വേങ്ങരയിൽ അവിടെ നിന്നൊരു മതം അറിയ ശേഷം അവിടെ നിന്നൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അതിലും 2 കുട്ടികളുണ്ടായിരുന്നു. ഇങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകുന്നതിനിടയിൽ ആദ്യ മകൻ മരിക്കുന്നു. കുട്ടി ഒരു 9 വയസ്സാകുമ്പോഴത്തേക്ക് മരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നു അന്വേഷണ സംഘത്തിൽ നിന്ന്. അതിനുശേഷം 2ാമത്തെ മറ്റൊരു മകൻ ഒരു ആക്സിഡൻറ്റിൽ ഉണ്ടാകുന്നു. അങ്ങനെ 4 മക്കളിൽ 2ാമത്തെ മകൻ ഇതുപോലെ തന്നെ ആക്സിഡൻ്റായി വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ രാത്രികളിൽ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. മാനസികമായ ആകെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഈ ആൻ്റണി മതം മാറി മുഹമ്മദ് അലി ആയതാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. അതായത് ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്ന ആൾ, അതായത് 7 വയസ്സ് മുതൽ 19 വയസ്സ് വരെ ഈ ആൻ്റണി എവിടെയായിരുന്നു എന്നുള്ളത് വീട്ടുകാർക്ക് ആർക്കും അറിയില്ല. പൈലിക്കും അറിയില്ല, ഏലിക്കുട്ടിക്കും അറിയില്ല. അവരുടെ മാതാപിതാക്കളൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അത് സഹോദരനും മറ്റുള്ളവരെല്ലാവരും ഉണ്ട്. 4 മക്കളാണ് അവരുള്ളത്. ആൻ്റണി ഉൾപ്പെടെ 4 മക്കളാണുള്ളത്. പക്ഷേ ആദ്യ വെളിപ്പെടുത്തൽ വരുമ്പോഴും ഇതൊക്കെ ഈ ആളാണ് യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് അലിയാണ് ആൻ്റണി എന്നുള്ള കാര്യമൊന്നും ആ നാട്ടുകാർക്ക് പോലും അറിയില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ വെളിപ്പെടുത്തലിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. എന്തായാലും അതിനകത്ത് ഈ കൊലപാതകം 2ഉം നടന്നിരിക്കുന്നത് ആദ്യത്തേത് 14 വയസ്സിലാണെങ്കിൽ 2ാമത്തേത് 17 വയസ്സിലാണ്. ഇത് 2ഉം ആ ഒരു ജുവനൈൽ പരിഗണനയിൽ ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നടന്നിരിക്കുന്നതാണ്. കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഒരു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ തോന്നലുകളിൽ നിന്നോ അത് ഹാലുസിനേഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ആവാം എന്നുള്ള രീതിയിലും പോലീസ് ആ രീതിയിലും അന്വേഷിക്കുന്നുണ്ട്. ഇനി ആണെങ്കിൽ പോലും ആ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നടന്നതായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയൊരു ശിക്ഷയൊന്നും കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ അപ്പോഴും പോലീസിനെ കുഴയ്ക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന 2 ആളുകൾ ആരാണ്. അതിലാദ്യം കൊല്ലപ്പെട്ടിരിക്കുന്ന ആൾ, അതായത് കൂടരഞ്ഞിയിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്ന ആൾ ഒരു കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി സ്വദേശിയാണെന്ന് പറയുന്നുണ്ട്, പാലക്കാട് സ്വദേശിയാണെന്നും പറയുന്നുണ്ട്. പക്ഷേ ആരാണ് എന്നുള്ളത് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ഈ വെള്ളയിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ആളാണ്. വെള്ളയിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ആൾ ആരാണ് എന്നുള്ളത് കണ്ടെത്തുക. കാരണം നമുക്കറിയാം അന്ന് വർഷങ്ങൾക്ക് ശേഷമാണ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അന്ന് നമ്മുടെ സാങ്കേതിക വിദ്യയൊന്നും ഇത്രത്തോളം ഉയർന്നിട്ടില്ല. ശാസ്ത്രീയമായ അന്വേഷണ രീതികൾ ഇത്രത്തോളം ഉപയോഗിക്കാൻ കഴിയുന്നൊരു കാലഘട്ടമായിരുന്നില്ല. അതിൽ നിന്നല്ല ഇപ്പോൾ മാറി. പക്ഷേ ഈ മരിച്ചിരിക്കുന്ന ആളുകളെ എവിടെ അടക്കം ചെയ്തിട്ടുണ്ട്, അത് പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞാൽ പോലും ഇത് കണ്ടെത്താൻ കഴിയുമോ, ഇത് കൊലപാതകമാണെന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ കൊലപാതകമാണെന്ന് 2ാമത്തെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയതാണ്. ആദ്യത്തേത് പക്ഷേ കൂടരഞ്ഞിൽ നടന്നത് സ്വാഭാവിക മരണം. കാരണം അപസ്മാര രോഗിയായിരുന്നു. ഇയാളെ
വെള്ളത്തിലേക്ക് തള്ളിയിട്ട ശേഷം ചവിട്ടി തള്ളിയിട്ട് ഇപ്പോൾ അത് വെള്ളത്തിൽ വീണ് ഈ ശ്വാസകോശത്തിൽ ചെളിയും വെള്ളവും ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കാൻ കഴിയാതെ പോയതാണ്. പക്ഷേ ഈ ഒരു വെളിപ്പെടുത്തലോടുകൂടി അതെല്ലാം തന്നെ കണ്ടെത്തേണ്ട ഒരു ആവശ്യത്തിലേക്ക് പോലീസ് പോകുന്നുണ്ട്. മറ്റൊന്ന്, ഇതിലെ പ്രധാന പ്രതി, അതായത് അയാൾ പ്രായപൂർത്തിയായി, അതായത് മുഹമ്മദ് അലി പറയുന്ന അനുസരിച്ചാണെങ്കിൽ കഞ്ചാവ് ബാബു അന്നൊരു 20 വയസ്സെങ്കിലുമുണ്ട്. രണ്ടാമത്തെ കൊലപാതകം കഞ്ചാവ് ബാബുവാണ് നടത്തിയിട്ടുള്ളത്. ഈ ബീച്ചിൽ വെച്ച് ഇവർ തമ്മിൽ സംഘടനമുണ്ടാവുകയും ഈ ചങ്ങാതി ഇയാളെ ആക്രമിച്ച് ഇവരുടെ പണം തട്ടിപ്പറിക്കാൻ ശ്രമിച്ച ആളുടെ കാല് പിടിച്ചു വെച്ച് കൊടുത്തത് മുഹമ്മദ് അലിയും, മറ്റത് അന്ന് ആൻ്റണിയാണ്. അന്ന് മുഹമ്മദ് അലി അല്ല, ആൻ്റണിയായിരുന്നു. ഇത് ഇയാളെ മുഖം മണലിലേക്ക് അമർത്തിയത് ഈ കഞ്ചാവ് ബാബുവാണ്. ഈ കഞ്ചാവ് ബാബു ആരാണ്, ജീവിച്ചിരിപ്പുണ്ടോ, ഇപ്പോഴെവിടെയാണ്, ഇത് ഉൾപ്പെടെയുള്ള കാര്യം അയാളെ കൂടി കണ്ടെത്തുക എന്നുള്ളത് കൂടി പോലീസിന് വലിയൊരു വെല്ലുവിളിയാണ്. എന്തായാലും പോലീസ് ആ രീതിയിലേക്കുള്ള അന്വേഷണം നടന്നു. 2 കൊലപാതകങ്ങൾ കോഴിക്കോട് ജില്ലയിലാണ് നടന്നുള്ളൂ. ഒന്ന് തിരുവമ്പാടി ആയതുകൊണ്ട് തന്നെ കൂടരഞ്ഞി ആയതുകൊണ്ട് തന്നെ തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. മറ്റൊന്ന് നടക്കാവ് പോലീസ് സ്റ്റേഷൻ ആയിരുന്നാൽ നടക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അന്ന് കൊലപാതകം നടന്നത്. അന്ന് വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത കാലം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ, പക്ഷേ ഇപ്പോൾ വെള്ളയിൽ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അന്വേഷണവുമായി പോലീസ് പോകുന്നുണ്ട്. പ്രത്യേക സ്ക്വാഡിനെ തന്നെ അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. പക്ഷേ അത് ഈ മുഹമ്മദ് അലിയുടെ തുറന്നു പറച്ചിൽ, അല്ലെങ്കിൽ മുഹമ്മദ് അലിയുടെ കഴിഞ്ഞ കാലങ്ങൾ, ആൻ്റണിയിൽ നിന്ന് മുഹമ്മദ് അലിയിലേക്കുള്ള മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വളരെ കൃത്യമായി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ വാസനകൾ ഉണ്ടോ എന്നുള്ളത് ക്രിമിനോളജിസ്റ്റുകളുടെ സഹായത്തോടു കൂടി അതേക്കുറിച്ചും മറ്റെന്തെങ്കിലും ഈ പറയുന്നത് ഒരുപക്ഷെ മറ്റേ ഏതെങ്കിലും കൊലപാതകം താൻ ചെയ്തതാണെന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായതാണോ എന്നതും അത്തരത്തിലുള്ള ഹാലുസിനേഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നും പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന തന്നെയാണ് മുഹമ്മദ് അലി സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് എങ്ങനെ ഈ പ്രതിയെ, അല്ലെങ്കിൽ ഒരു പ്രതി മാത്രം മുമ്പിലുണ്ട്, ആൻ്റണി എന്ന മുഹമ്മദ് അലി പ്രതി മുമ്പിലുണ്ട്. വേറെ യാതൊരു തെളിവുകളുമില്ല, കൊല്ലപ്പെട്ടത് ആരാണെന്നറിയില്ല, മൃതദേഹത്തെക്കുറിച്ച് വിവരമില്ല, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുമ്പിലുണ്ട്. എന്തായാലും ഇതിലൂടെ പോലീസ് ഏത് റൂട്ടിലൂടെ സഞ്ചരിച്ചാലാണ് ഇനിയിപ്പോൾ ഇതെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തായാലും രേഖാചിത്രം എന്ന സിനിമയിലുള്ളതുപോലെ ചിലപ്പോൾ കണ്ടെത്തിക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ അന്വേഷിച്ച് പുറത്തു വരണം എന്നൊന്നും ഇല്ല. എങ്കിൽ പോലും നമുക്കറിയാം വളരെ സമർത്ഥരായ പോലീസ് ഓഫീസർമാരുള്ള നാടാണിത്. ഒരു പക്ഷേ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുമോ എന്നതുൾപ്പെടെ. എന്തായാലും മുഹമ്മദ് അലിക്ക് ഇനി ഒരു ശിക്ഷയൊന്നും, കാര്യമായ ഒരു ശിക്ഷയൊന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഒരു ജുവനൈൽ ഒരു കാലത്ത് ഒരു ജുവനൈൽ പരിഗണന എന്തായാലും ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും കഞ്ചാവ് ബാബു കാണാമറയത്താണ്. കഞ്ചാവ് ബാബു കണ്ടെത്തുക, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കണ്ടെത്തുക, പിടികൂടുക എന്നുള്ള എല്ലാ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ വെല്ലുവിളികളും കേരള പോലീസിന് മുമ്പിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ അപ്ഡേറ്റ്സ് വരും, എന്തൊക്കെ വിവരങ്ങളും എന്തൊക്കെ വെളിപ്പെടുത്തലുകളും വരും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.